ഇൻഡെക്സിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 2% ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി സ്റ്റോക്ക് 0.7% ഉയർന്ന് 2962 ക്ലോസിംഗ് നൽകി. 20 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 28.65, ഡിവിഡൻഡ് yield 0.30%, 52 വീക്ക് ഹൈ 3025, 52 വീക്ക് ലോ 2117. കഴിഞ്ഞ വർഷം റിലയൻസ് ഇൻഡസ്ട്രീസ് 19,299 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു നേടിയത്. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്രാവശ്യം പ്രോഫിറ്റ് 2% ഇടിഞ്ഞ് 18,951 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മാർക്കറ്റ് റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നും 18,248 കോടി രൂപയുടെ പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. പ്രോഫിറ്റ് അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. റിലയൻസിൻ്റെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 11% വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം 2.16 ലക്ഷം കോടി രൂപയുടെ റവന്യൂ ആയിരുന്നു. റവന്യൂ ഇപ്പോൾ 2.4 ലക്ഷം കോടിയായി ഉയർന്നിട്ടുണ്ട്. അനലിസ്റ്റ് 2.39 ലക്ഷം കോടി രൂപയുടെ റവന്യൂ ആണ് റിലയൻസിൽ നിന്നും പ്രതീക്ഷിച്ചത്. അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 10 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നോക്കിയാൽ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ 2023 വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2024 വർഷത്തെ റവന്യൂ 2.6% വർദ്ധിച്ച് 10 ലക്ഷം കോടിയായി മാറി. ഇവിടെ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ ഓയിൽ ടു കെമിക്കൽ സെക്ടറിലെ റവന്യൂ കോൺട്രിബ്യൂഷൻ 13.5%-ഓളം ഇടിഞ്ഞിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡിൻ്റെ പ്രൈസിലുണ്ടായ വോളറ്റിലിറ്റി തന്നെയാണ് പ്രധാന കാരണം. അതേസമയം ഇയർ ഓൺ ഇയറിൽ എബിറ്റ 16.1% വർദ്ധിച്ച് 1.79 ലക്ഷം കോടിയായി മാറുകയും കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 1 ലക്ഷം കോടി എന്ന മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുകയും ചെയ്തു. എല്ലാ സെഗ്മെൻറ്റിലും റിലയൻസ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഓയിൽ ടു കെമിക്കൽ സെക്ടറിൽ കമ്പനി ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ്സിൽ 47.5%-ഓളം വളർച്ച കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നേടുകയും ചെയ്തു. റീറ്റെയിൽ ബിസിനസ്സിൻ്റെ എബിറ്റ 18.5% വർദ്ധിച്ച് 5,829 കോടിയായി മാറി. റിലയൻസ് ജിയോ മാർച്ച് ക്വാർട്ടറിൽ 10.9 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ പുതിയതായി ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 108 മില്യൺ സബ്സ്ക്രൈബർ റിലയൻസ് 5G നെറ്റ്വർക്കിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്തു. റിലയൻസ് 23,207 കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് മാർച്ച് ക്വാർട്ടറിൽ നടത്തിയത്. ഏകദേശം 37,769 കോടി രൂപയുടെ ക്യാഷ് പ്രോഫിറ്റ് കമ്പനിക്ക് നേടാനും സാധിച്ചു. ഇനി റിലയൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ ചില പ്രധാന ഹൈലൈറ്റുകൾ മനസ്സിലാക്കാം. ഏറ്റവും മികച്ച പെർഫോമൻസ് റിലയൻസിൻ്റെ ജിയോ പ്ലാറ്റ്ഫോമാണ് നടത്തിയത്. ജിയോ പ്ലാറ്റ്ഫോം ഡബിൾ ഡിജിറ്റ് റവന്യൂ പ്രോഫിറ്റും എബിറ്റ ഗ്രോത്തും നേടി. ജിയോയുടെ റവന്യൂ 13.4% വർദ്ധിച്ച് 28,871 കോടിയായി മാറുകയും പ്രോഫിറ്റ് 12% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 5,583 കോടിയായി മാറുകയും ചെയ്തു. കൺസോളിഡേറ്റഡ് എബിറ്റ 12.5% വർദ്ധിച്ച് 14,360 കോടിയായി മാറി. എബിറ്റ മാർജിൻ 40 ബേസിസ് പോയിന്റ് ഇടിഞ്ഞിട്ടുണ്ട്. ആവറേജ് റവന്യൂ പെർ യൂസർ ക്വാർട്ടർ ടു ക്വാർട്ടർ ഫ്ലാറ്റ് ആണെങ്കിലും ഇയർ ഓൺ ഇയറിൽ 1.6% വർദ്ധിച്ച് 181 രൂപ 70 പൈസയായി രേഖപ്പെടുത്തുകയും ചെയ്തു. റിലയൻസിൻ്റെ റീറ്റെയിൽ വെഞ്ചറും സ്ട്രോങ് ബിസിനസ് ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റീറ്റെയിൽ വെഞ്ചർ 9.8% റവന്യൂ ഗ്രോത്ത് നേടി 67,610 കോടി രൂപയുടെ റവന്യൂ നേടി. കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ സെഗ്മെൻറ്റിലെ ബിസിനസ്സിലും മികച്ച വളർച്ച കൈവരിക്കാൻ സാധിച്ചു. റിലയൻസ് റീറ്റെയിലിൻ്റെ പ്രോഫിറ്റ് 11.7% വർദ്ധിച്ച് 2,698 കോടിയായി മാറി. റിലയൻസ് റീറ്റെയിലിൻ്റെ എബിറ്റ 18.5% വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓയിൽ ടു കെമിക്കൽ സെക്ടറിൽ കമ്പനി ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. 10.9%-ഓളം റവന്യൂ ഗ്രോത്ത് കൈവരിച്ച് 1,42,634 കോടി രൂപയുടെ റവന്യൂ കമ്പനിക്ക് നേടാൻ സാധിച്ചു. അതേസമയം എബിറ്റ 3% വളർന്നത് 16,777 കോടി രൂപയുടെ എബിറ്റ നേടി. എന്നാൽ എബിറ്റ മാർജിൻ 90 ബേസിസ് പോയിന്റ് ഇയർ ഓൺ ഇയറിൽ ഇടിയുകയും ചെയ്തു. ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിൽ കമ്പനി ഡീസൻറ്റ് വളർച്ച കൈവരിച്ചു. ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലെ കമ്പനിയുടെ റവന്യൂ 42% വർദ്ധിച്ച് 6,468 കോടിയായി മാറി. എബിറ്റ 47.5% വർദ്ധിച്ച് 5,606 കോടിയായി മാറി. അതേസമയം കമ്പനിയുടെ മീഡിയ ബിസിനസ്സിലെ ലോസ് വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 35 കോടി രൂപയുടെ ലോസും കഴിഞ്ഞ ക്വാർട്ടറിൽ 108 കോടി രൂപയുടെ ലോസുമായിരുന്നു റിലയൻസ് മീഡിയ ബിസിനസ് നേരിട്ടത്. ഇപ്പോൾ റിലയൻസിൻ്റെ മീഡിയ ബിസിനസ്സിൻ്റെ ലോസ് 207 കോടിയായി മാറി. എന്നാൽ മീഡിയ ബിസിനസ്സിൽ നിന്നുള്ള റവന്യൂ 63% വർദ്ധിച്ച് 2,419 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മീഡിയ ബിസിനസ്സിലെ എബിറ്റ മാർജിൻ 660 ബേസിസ് പോയിന്റ് ഇടിയുകയും ചെയ്തിട്ടുണ്ട്.
മികച്ച ക്വാർട്ടർലി റിസൾട്ട് തന്നെയാണ് റിലയൻസ് കാഴ്ചവെച്ചത്. 3025 സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് ആണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 2750 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് ആയതുകൊണ്ടും അതുപോലെ തന്നെ പല സെക്ടറിലെയും ബിസിനസ്സിൻ്റെ പെർഫോമൻസ് സ്റ്റോക്കിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടും നാളെ റിലയൻസിൻ്റെ സ്റ്റോക്ക് അപ്പ് സൈഡിലേക്ക് നീങ്ങുമെന്നോ ഡൗൺ സൈഡിലേക്ക് നീങ്ങുമെന്നോ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തത് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതേസമയം ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്